ഒന്ന്. ഇന്ന് ഭാരത് പബ്ലിക് മീഡിയയിൽ നാം ചർച്ച ചെയ്യുന്നത് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂമി രേഖ നടപടിക്രമമാണ്. സബ് ഡിവിഷൻ പോക്ക് വരവ് എന്നത് എന്താണ് എന്ന് പലർക്കും ക്ലിയർ അല്ല. ഒരു ഭൂമിയെ രണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഭാഗങ്ങളാക്കി വിഭജിക്കുമ്പോൾ അത് രേഖകളിൽ ശരിയായി അപ്ഡേറ്റ് ചെയ്യേണ്ട നടപടിയാണ് സബ് ഡിവിഷൻ പോക്ക് വരവ്. ഭൂമി വിഭജിച്ചിട്ടും രേഖകളിൽ ഒറ്റ സർവേ നമ്പർ ആയി കാണിച്ചാൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. വിൽപ്പനയ്ക്കും പട്ടയത്തിനും ബാങ്ക് ലോണിനും കെട്ടിട പെർമിറ്റിനും ഈ പോക്ക് വരവ് അത്യാവശ്യമാണ്. സബ് ഡിവിഷൻ പോക്ക് വരവിന് ആദ്യം വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകണം. അപേക്ഷയോടൊപ്പം പഴയ ആധാരം, തണ്ടപ്പേർ, ടാക്സ് രസീത്, സ്കെച്ച് എന്നിവ സമർപ്പിക്കണം. ശേഷം സർവേയർ ഫീൽഡിൽ വന്ന് അളവ് എടുക്കും. പുതിയ ഭാഗങ്ങൾക്ക് പുതിയ സർവേ നമ്പർ നൽകും. അത് പൂർത്തിയായാൽ തണ്ടപ്പേർ എക്സ്ട്രാക്റ്റിലും റവന്യൂ രേഖകളിലും മാറ്റം വരും. ഈ നടപടി പൂർണ്ണമായില്ലെങ്കിൽ ഭൂമി നിങ്ങളുടെ കയ്യിലുണ്ടായാലും നിയമപരമായി പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനാൽ ഭൂമി വിഭജിക്കുമ്പോൾ സബ് ഡിവിഷൻ പോക്ക് വരവ് നടത്തുന്നത് ഒരിക്കലും അവഗണിക്കരുത്. ഇത്തരത്തിലുള്ള വില്ലേജ് ഓഫീസ് അപ്ഡേറ്റുകൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇത് ഒരു ഫിനാൻസ് ചാനലായ ഭാരത് പബ്ലിക് മീഡിയ നിങ്ങളെ സാമ്പത്തികമായി ചിന്തിപ്പിക്കാനും ബോധവൽക്കരിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ്. ഇത്തരത്തിലുള്ള വില്ലേജ് ഓഫീസ് വിഷയങ്ങൾ ഇനിയും തുടർച്ചയായി നമ്മൾ ചർച്ച ചെയ്യും. വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. സ്വാഗതം. ഭാരത് പബ്ലിക് മീഡിയ. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കൺ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ.